ഈ റെസിപ്പി നിങ്ങൾ പലരും കണ്ടുപിടുത്താണെന്നറിയാം. എങ്കിലും നമുക്ക് കുറച്ച് സംസാരിച്ച് കുക്കിംഗ് ചെയ്താലോ? മോൾ ഈവനിങ്ങിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചാൽ അവൾ ഭയങ്കര ഹാപ്പി ആകാറുണ്ട് കേട്ടോ. ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ഡിഷിലേക്ക് എത്തിയത്. എൻ്റെ ഈ റെസിപ്പിയിൽ മെയിനായിട്ട് വേണ്ടത് ശർക്കരയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു പോയി. സാരമില്ല, തൽക്കാലം നമുക്ക് കുറച്ച് ഷുഗർ വെച്ച് ചെയ്യാം. ഉദ്ദേശിച്ച സാധനം ഇല്ലെങ്കിലും ഉദ്ദേശിക്കാതെ വന്നു വിട്ടതാണ് ഈ സേമിയ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പായസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്നതാണ്. വളരെ കുറച്ചേ ഉള്ളൂ. സോ ദാറ്റ് വേസ്റ്റ് ചെയ്യേണ്ട, ഇതിലേക്ക് ചേർക്കാം. ലൈഫിൽ അങ്ങനെ തന്നെയാണല്ലേ, ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടന്നില്ലെന്ന് വരാം. ബട്ട് നമ്മളവിടെ വീക്കായി പോകുമ്പോഴാണ് പ്രശ്നം. ഉദ്ദേശിച്ചതിനേക്കാളും 10 മടങ്ങ് അടിപൊളിയായിട്ടുള്ള എന്തോ ഒന്ന് ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമെന്ന് കരുതണം. നമ്മളതിനെ കാണുമ്പോൾ തലതിരിച്ച് പോകാതിരുന്നാൽ മാത്രം മതി. മേ ബി ലൈഫ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയാവും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വന്നാലോ? എനിക്ക് എന്തായാലും ഈ സേമിയ മിക്സ് ചെയ്ത ഈ ഫില്ലിങ് വളരെ ടേസ്റ്റി ആയി തോന്നി. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല കേട്ടോ. അരിപ്പൊടി നന്നായി തിളച്ച വെള്ളത്തിൽ കുഴച്ച് പത്തിരിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, അതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കണ്ട ഫില്ലിങ് അതിൽ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങളെങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ? എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. ഞാനത് വളരെ ഇഷ്ടത്തോടെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഒരു കിച്ചൺ പ്രൊഡക്റ്റ് ആവുന്നതിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ആവശ്യമുള്ള പണികൾ മാക്സിമം പെട്ടെന്ന് തീർത്ത് ബാലൻസ് കിട്ടുന്ന ടൈം നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. എപ്പോഴും അത് സാധിച്ചില്ലെങ്കിലും മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യണം. ഇനി എപ്പോഴും അത് തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ളവരോട് നിങ്ങൾക്ക് അതിലാണ് ഹാപ്പിനെസ് എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ എത്ര ആൾക്കാരിത് കാണുന്നുണ്ടെന്നറിയില്ല, കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്കെന്തോ കണ്ടന്റ് ക്രിയേഷൻ പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഒരു 4 years ബാക്ക് ഞാനൊരു ചാനൽ തുടങ്ങിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോയിരുന്നു. ബട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. ബട്ട് ഇപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയതിൻ്റെ പേരിലാണ് ഈ ഒരു പുതിയ ചാനൽ. ഇത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്കിത് നല്ല ഹാപ്പിനെസ് തരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. എങ്ങനെയുണ്ട് ഈ അടുപ്പ്? വെറൈറ്റി അല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു അടുപ്പ്? അപ്പോൾ ഈ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഷുഗറിന് പകരം ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയേനെ. അപ്പോൾ സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. വീഡിയോസിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് ഹോപ്പ്ഫുള്ളി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.